നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇപ്പോഴത്തെ ചാൻസലർ ഓളഫ് ഷ്ലോസും അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിയും കൈ പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം കേട്ടോ. അവരെന്നിട്ട് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ കുറേ ഇമിഗ്രൻസിന് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സെക്ടറിൽ, എഡ്യൂക്കേഷനിൽ, അതുപോലെ തന്നെ IT എന്നുള്ള സെക്ടറിലൊക്കെ കുറേ ഇന്ത്യൻസിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇന്ത്യ ജർമ്മൻ റിലേഷൻഷിപ്പ് കൂടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലത്തെ ഇമിഗ്രേഷൻ പ്രോസസ്സ്, വിസ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ഡിജിറ്റലൈസ് ചെയ്ത് എളുപ്പാക്കിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് കേട്ടോ. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ നല്ല രീതിയിലുള്ള എക്കണോമിക് ക്രൈസിസ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞ യുക്രൈൻ വാർ, അതുപോലെ തന്നെ റഷ്യൻ ഗ്യാസ് ഇല്ലായ്മ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ വെച്ച് മേൽ വരുന്നതാണോ വരാത്തതാണോ നല്ലത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. എൻ്റെ പേര് ഡെൽച്ചൻ ഡേവിസ്. ഞാനിപ്പോൾ കറൻ്റ്ലി ഉള്ളത് ജർമ്മനിയിലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീഡിയോസ് ചെയ്യണത് കൂടുതലും എന്തുകൊണ്ട് ജർമ്മനിയിലോട്ട് നിങ്ങൾ വരണം, അല്ല എന്നുണ്ടെങ്കിൽ ജർമ്മനിയുടെ കറന്റ് സിറ്റുവേഷൻസ് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ വ്യൂവേഴ്സിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ അടുത്ത കുറച്ചധികം ന്യൂസുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം കാണാൻ പറ്റും നമ്മുടെ കമ്പനീസ് എല്ലാം ബാങ്ക്രപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജർമ്മനി ഇപ്പോൾ നല്ല രീതിയിലുള്ള എക്കണോമിക് ക്രൈസിസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കമ്പനീസിൽ കുറേ ലേ ഓഫ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ബോഷിലാണെന്നുണ്ടെങ്കിലും പിന്നെ BMW ഈ പറഞ്ഞ ഷോറൂംസ് അടച്ചുപൂട്ടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങളാണ് കേട്ടോ നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എവിടെ വെച്ചാണ് ജർമ്മനിക്ക് പണി കിട്ടി തുടങ്ങി? ഈ പറഞ്ഞ കൊറോണയ്ക്ക് മുന്നേ ജർമ്മനിയുടെ അവസ്ഥ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മെയിനായിട്ട് പണ്ടത്തെ പോലെ തന്നെ പേപ്പർ ബേസ്ഡ് സിസ്റ്റംസ് ആണ് മിക്ക ചെറിയ കമ്പനീസും ഈ പറഞ്ഞ യൂസ് ചെയ്തിരുന്നത്. പിന്നെ കൊറോണ പെട്ടെന്ന് തന്നെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഓൺലൈനാക്കി. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥയിൽ അറിയാം, നമ്മളൊക്കെ ഈ പറഞ്ഞ കൊറോണയ്ക്ക് മുന്നേ ഒരാളും ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. ഈ പറഞ്ഞ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഓൺലൈൻ ക്ലാസ് വന്നതും ഡിജിറ്റലൈസേഷൻ കൂടിയതും. പക്ഷേ ജർമ്മനിക്ക് അതിനോട് നല്ല രീതിയിൽ കോപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതാണ് ആദ്യത്തെ പാളിച്ച എന്ന് പറയുന്നത്. അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റലൈസ് ആവാനായിട്ട് തയ്യാറായിരുന്നില്ല. അവർ പണ്ടത്തെ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റലൈസ് ആവാത്ത കാരണം കുറേ കമ്പനീസിന് വർക്കേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇനി വർക്ക് ചെയ്താലും അവരുടെ വർക്കിംഗ് അവേഴ്സ് കുറച്ചിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ കുറഞ്ഞ വർക്കിംഗ് അവറിൽ വർക്ക് ചെയ്തവർക്കും ഈ പറഞ്ഞ കംപ്ലീറ്റ് സാലറി നമ്മുടെ ഗവൺമെൻറ് കൊടുത്തിരുന്നു. അങ്ങനെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡിജിറ്റലൈസ് ആവാത്തതിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ ഈ കൊറോണ കാരണം ജർമ്മനിയെ എഫക്റ്റ് ചെയ്തു കേട്ടോ. സോ അങ്ങനെ ഇരിക്കുകയാണ് ഏകദേശം അതിൽ നിന്ന് ചെറുതായിട്ട് റിക്കവറായി പറഞ്ഞ പോലെ തന്നെ പതിയെ ഡിജിറ്റലൈസ് ആവാൻ തുടങ്ങി വന്നപ്പോഴാണ് അടുത്ത പണി വരുന്നത്. അടുത്ത പണി എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ യുക്രൈൻ വാർ എന്ന് പറയുന്നത്. യുക്രൈൻ റഷ്യൻ വാറിന്റെ ഇമ്പാക്റ്റ് ആയിട്ട് നമ്മുടെ ജർമ്മനിക്ക് എങ്ങനെ എഫക്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജർമ്മനി മെയിനായിട്ട് റിലൈ ചെയ്തിരുന്നത് നമ്മുടെ റഷ്യയിൽ നിന്ന് വരുന്ന ഗ്യാസസ് ആണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് വരുന്ന ചീപ്പായിട്ടുള്ള ഈ നാച്ചുറൽ ഗ്യാസിന്റെ പൈപ്പ് ഈ പറഞ്ഞ കോൺട്രാക്ട് നിർത്തിയതോടുകൂടെ നമ്മുടെ ജർമ്മനിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ജർമ്മനി എന്ത് ചെയ്തു, പിന്നെ നമ്മളെ എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ റിന്യൂവബിൾ റിസോഴ്സസ് അല്ല എന്നുണ്ടെങ്കിൽ വേറെ കൺട്രിയുടെ നിന്ന് വാങ്ങലാണ് നമ്മളെ ജർമ്മനി ചെയ്ത അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി റേറ്റ് നല്ല രീതിയിൽ കൂടാൻ തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ സ്മോൾ ബിസിനസ്സുകൾക്ക് ഈ പറഞ്ഞ എനർജി റേറ്റും അതിൻ്റെ കൂടെ തന്നെ ഇൻഷുറൻസും എല്ലാം എന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷനും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ സ്മോൾ സ്കെയിൽ കമ്പനീസിന് ശരിക്കും പറഞ്ഞാൽ പിടിച്ചു വെക്കാൻ പറ്റാണ്ടായിപ്പോയി. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ബ്രൗസറിൽ പോവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇൻസോൾവൻസി ഇൻ ജർമ്മനി സ്റ്റേറ്റസ് കറണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് ഇൻസോൾവൻസി സ്റ്റേറ്റസ് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ജർമ്മനിയുടെ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഇൻസോൾവൻസി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക്രപ്സി, അല്ലെങ്കിൽ എത്ര കമ്പനികൾ ജർമ്മനിയിൽ ബാങ്ക്രപ്റ്റ് ആയി പോയിട്ടുണ്ട് ഈ ഒരു എക്കണോമിക് ക്രൈസിസ് കാരണം, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്തൊക്കെ മനസ്സിലാവും. കഴിഞ്ഞ കൊല്ലത്തിനേലും ഏകദേശം 20% മുകളിലാണ് ഈ പറഞ്ഞ പോലത്തെ ഇൻസോൾവൻസി റേറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ അടുത്തതായിട്ട് എഫക്ട് ചെയ്ത ഒരു അടിപൊളി മേഖലയാണ് കേട്ടോ നമ്മുടെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ജർമ്മനിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മുടെ നെടുന്തൂണെന്ന് തന്നെ പറയാം. നമ്മുടെ ഇൻകമിൻ്റെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജർമ്മനിയുടെ എക്കണോമിയുടെ ഒരു നെടുന്തൂണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ പറഞ്ഞ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.
അതിന് നല്ല സാരമായിട്ടുള്ള കോട്ടം പറ്റിയിട്ടോ. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജർമ്മനിയിൽ നമ്മുടെ ജർമ്മൻ വെഹിക്കിൾസ് ഉണ്ടാക്കണതിൻ്റെ ഏകദേശം 40% പ്രൈസ് കുറവിൽ ഈ ചൈനയത്തെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി നല്ല രീതിയിൽ വളർന്നു കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെയാണ് നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസ് കണ്ടിട്ടുണ്ടാവും, ഈ പറഞ്ഞ ഫോക്സ് വാഗൺ നമ്മുടെ ചൈനയിലുള്ള പ്രൊഡക്ഷൻ കമ്പനി നിർത്തി. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിലെ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ ചൈനയുടെ മാർക്കറ്റിൽ ഇറക്കണ പ്രോഡക്ട്സ് ഏകദേശം ഈ പറഞ്ഞ ചൈനയിൽ ഇറക്കണ കാർസ് ഏകദേശം 40% മിസ് കുറവും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഏകദേശം സെയിം തന്നെയാണ് ഈ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പിടിച്ചേക്കാൻ പറ്റാതായപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് ജർമ്മനിക്ക് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. ഇതൊക്കെ കാരണമാണ് ജർമ്മനി ഇപ്പോൾ കറൻ്റ്ലി ഒരു നല്ല രീതിയിലുള്ള എക്കണോമിക് ക്രൈസിസിലാന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അടുത്തതായിട്ടുള്ള ഒരു വില്ലൻ വന്നിട്ടുണ്ട്, എലക്ഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഫെബ്രുവരി 23 നമ്മുടെ സ്നാപ്പ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അറിയാം ഇനി വരുന്നത് എങ്ങനത്തെ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു റൂളിംഗ് ഗവൺമെന്റ് ആണ് ഇനി വരുന്നതെന്നുള്ള കാര്യം ഇനി വീണ്ടും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജർമ്മനിയുടെ കറന്റ് സ്റ്റേറ്റസ്. സോ നിങ്ങൾ ഈ പറഞ്ഞ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ പറഞ്ഞ ജർമ്മനിയിൽ ഇപ്പോൾ ഏജിങ് പോപ്പുലേഷൻ ആണ്, എന്തുവാ പറയുക, ഏകദേശം 3 ലക്ഷത്തിലെ മേലെ ജോബ് ഓപ്പണിങ്സ് ഒരു കൊല്ലത്തിൽ അവർക്ക് വേണം, ഈ വർക്ക് ഫോഴ്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ എന്നുള്ള വാർത്തകളൊക്കെ കണ്ടിട്ട് കണ്ണും പൂട്ടി വിശ്വസിച്ചെങ്കിലും നേരെ കയറി വരാൻ നിൽക്കരുത് കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കാർഡിലല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വിസയിലൂടെ വരാനായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ജർമ്മനിയിലോട്ട് എടുത്ത് ചാടാൻ കേട്ടോ. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇനി ഓപ്പർച്യൂണിറ്റി കാർഡിൽ കറൻ്റ്ലി ജർമ്മനിയിലോട്ട് വരാനായിട്ട് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ എക്കണോമിക് ക്രൈസിസിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ജോബ് മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയറിങ് നല്ല രീതിയിൽ സ്ലോ ഡൗൺ ആണ്. കാരണം നല്ല രീതിയിലുള്ള ലേ ഓഫ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേ ഓഫ് ആയ എംപ്ലോയികൾക്ക് തന്നെ കറൻ്റ്ലി വീണ്ടും റീഹയർ ചെയ്യാനായിട്ട് അവരും കോമ്പറ്റീഷന് വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനീസ് എടുക്കുന്നതിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ 2021, 2022, 2023 ജോബ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കൊറോണ കഴിഞ്ഞ് പിന്നെ കുറച്ച് ടൈമിന് ഏകദേശം 2022 വരെ ഏകദേശം നമ്മുടെ ജോബ് മാർക്കറ്റ് നല്ല രീതിയിൽ കുഴപ്പമില്ലായിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു കറണ്ട് ജോബ് മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടഫാണ് നമ്മുടെ ക്രൈറ്റീരിയാസും കാര്യങ്ങളും മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഫുൾ ടൈം ജോബിൽ നിങ്ങൾ ഹയർ ചെയ്ത് പറ്റാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി കിട്ടും. അടുത്തൊരു റിയാലിറ്റി നിങ്ങളുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ മെയിനായിട്ട് വർക്കേഴ്സിന് ആവശ്യമുള്ളത് ഈ പറഞ്ഞ ബോട്ടിൽ നെക്ക് പ്രൊഫഷൻസിനാന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ ബോട്ടിൽ നെക്ക് പ്രൊഫഷൻസ് നിങ്ങൾ എടുത്തു നോക്കാം. എന്തൊക്കെയാണ്? ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, അങ്ങനത്തെ സംഭവം. പിന്നെ അടുത്തത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ IT. അപ്പോൾ ഈ പറഞ്ഞ ഇൻഡസ്ട്രീസൊക്കെയാണ് ബോട്ടിൽ നെക്ക് പ്രൊഫഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ കറൻ്റ്ലി ജോബ് ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. പറഞ്ഞ IT ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് പറയണ പോലെ തന്നെ അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതല്ല കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ ആദ്യത്തെ സെക്ടറായ എഡ്യൂക്കേഷൻ എടുത്ത് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ജർമ്മനിയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പോലെ ഇംഗ്ലീഷിലല്ല പഠിപ്പിക്കുന്നത്, അവിടെ കംപ്ലീറ്റ്ലി ജർമ്മനിലാണ്. അപ്പോൾ ഈ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് കയറി പറ്റണം എന്നുണ്ടെങ്കിൽ, ഒരു ടീച്ചറായി കയറി പറ്റണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ജർമ്മൻ ഫ്ലുവൻസി മസ്റ്റാണ്. ഇനി അടുത്തതായിട്ടുള്ളൊരു സെക്ടർ എന്ന് പറയുന്നതാണ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിലോട്ട് ഇവിടെ വരുന്ന ആൾക്കാർ മെയിനായിട്ട് ഹൗസ് ബിൽഡിങ്ങിന് വന്നു കഴിഞ്ഞിട്ട്, ഹൗസ് ബിൽഡിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളൊരു നേഴ്സായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡോക്ടറിൻ്റെ ഹൗസ് ബിൽഡിങ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കയറുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡോക്ടർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഫഷണലിൽ ഒക്കെ എന്നൊരാളാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ജർമ്മനിയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം പ്രൊസീജിയേഴ്സ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്ത് കെയറിൽ ഒരു ഡോക്ടറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 2 രീതിയിലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതേണ്ടി വരും. ഒന്നാമത്തെ നിങ്ങളുടെ നോളജ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ ഒരു ടെസ്റ്റ് നിങ്ങൾ പാസ്സാവേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഏകദേശം C1 വേണ്ടി വരും ഇപ്പോൾ നിങ്ങളൊരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു പ്രൊഫഷൻ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയ്ക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരിക എന്ന് പറയുന്നത് ഏകദേശം പോസിബിലിറ്റി വളരെയധികം കുറവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇയറിൽ ഈ പറഞ്ഞ എക്സാമും അതുപോലെ തന്നെ C1 അല്ലെങ്കിൽ C2 പ്രൊഫിഷ്യൻസി എത്താനായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനി ഈ പറഞ്ഞ ഹെൽത്ത് കെയർ മേഖലയിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കാർഡിന് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് ഒരു കൊല്ലത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലാംഗ്വേജ് കോഴ്സിന് ഇവിടെ ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 കൊല്ലം കൂടി ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കാർഡ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയറും എഡ്യൂക്കേഷൻസും കഴിഞ്ഞു. അടുത്തതായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ
ടെക്നീഷ്യൻസ്, ഈ പറഞ്ഞ പ്ലംബർ, ഇലക്ട്രീഷ്യൻ, അങ്ങനത്തെ മേഖലകൾ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മേഖലയിലോട്ട് ആൾക്കാർ കൂടുതൽ പോകുന്നില്ല എന്നുണ്ടെങ്കിലും അങ്ങനത്തെ മേഖലയിലോട്ടൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൗസ് ബിൽഡിംഗ് അല്ല എന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഇവിടെ എടുത്തവരാണ് കേട്ടോ മെയിനായിട്ട് ഇങ്ങനത്തെ ജോബുകൾ ചെയ്യുന്നത്. ടെക്നീഷ്യൻസിന് നല്ല രീതിയിലുള്ള ജർമ്മൻ പ്രൊഫിഷ്യൻസി വേണ്ടത് കാരണം അവരുടെ ജോബ്സ് എല്ലാവരും ഓൺ സൈറ്റ് ജോബ്സ് ആണ്, അല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഇൻട്രാക്ഷൻ ജോബ്സ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയും നമ്മുടെ ഈ പറഞ്ഞ ജർമ്മൻ റിക്വയർമെൻറ്റ് ഒരു വില്ലനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു മേഖല നമ്മൾ പറയാം, എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന മേഖലയാണ് ഈ പറഞ്ഞ IT, അല്ല എന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ്സ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഫീൽഡിൻ്റെ എത്രത്തോളം ഒരു സ്പൈക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോലി അപ്ലൈ ചെയ്യുമ്പോൾ അറിയാം. ഇപ്പോൾ IT ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ്, നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിലും ജർമ്മനിയിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ കറൻ്റ്ലി നോക്കണത് ജർമ്മൻ പ്രൊഫിഷ്യൻസി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനീസിനും മനസ്സിലായി തുടങ്ങി ഏകദേശം നല്ല രീതിയിൽ സ്റ്റുഡൻസ് അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്കേഴ്സ് ഇൻകമ്മിങ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഫിൽട്ടർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല കിടിലം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജർമ്മനാണ്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് അറിയണവനും അറിയാത്തവനും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു അന്തരംഗം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ പറഞ്ഞ ജോബ് മാർക്കറ്റിൽ. സ്കില്ല് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരു ഫ്രഷറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഒരു പടി മേലെയാണ് കേട്ടോ. ഏത് IT ആയാലും ഏതൊരു ജോലി മേഖലയായാലും നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ കേട്ടോ. ജർമ്മനിയിൽ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ജർമ്മനിയിൽ നല്ല രീതിയിൽ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്പണിംഗ് ഉള്ളതാണ് ട്രക്ക് ഡ്രൈവേഴ്സ്, അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാർ കേട്ടോ. കാരണം കുറേ അധികം ട്രക്ക് ഡ്രൈവേഴ്സ്, അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ കുറേ അധികം റിട്ടയർ ചെയ്യുകയാണ് ഇപ്പോൾ കറൻ്റ്ലി ജർമ്മനിയിൽ. ഇപ്പോൾ ഈ പറഞ്ഞ ട്രക്ക് ഡ്രൈവേഴ്സിനെ ഫില്ല് ചെയ്യണത് ഈ പറഞ്ഞ പോലെ തന്നെ മാൾട്ട, അല്ല എന്നുണ്ടെങ്കിൽ വേറെ രാജ്യങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരെ ഹയർ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ കറൻ്റ്ലി നിങ്ങളിപ്പോൾ ഒരു ട്രക്ക് ഡ്രൈവറാണ്, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജർമ്മനി അല്ലാതെ ഉള്ളൊരു EU കൺട്രിയിലോട്ട് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജർമ്മനിയിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. അതാണ് കറൻ്റ്ലി നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ചിലവ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ നോക്കണതായാലെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നോക്കണതായാലും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും വേറൊരു EU കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടുന്ന് നിങ്ങൾ ജർമ്മനിയിലോട്ട് ട്രക്ക് ഡ്രൈവറായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ജർമ്മനിയിൽ ഇപ്പോഴത്തെ ഒരു ജോബ് മാർക്കറ്റിൻ്റെ അവസ്ഥ, അല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ജോലികളാണ് ജർമ്മനിയിൽ ഇപ്പോൾ കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. മെയിൻ ഏതൊക്കെ ജോലിക്കാണ് ഓപ്പണിംഗ് ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു പെർസെൻറ്റേജ് ജോബ്സും അൺസ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ വെയർ ഹൗസ് വർക്കേഴ്സ്, അടുത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സ്, പിന്നെ ഹെൽത്ത് കെയർ സെക്ടറിൽ അങ്ങനെയുള്ള ഏരിയസിലാണ്, പിന്നെ ബോട്ടിൽ നെക്ക് പ്രൊഫഷൻസ്, അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഈ പറഞ്ഞ ആൾക്കാർ ആവശ്യമുണ്ട് എന്ന് പറയപ്പെടുന്നത് കേട്ടോ. വളരെയധികം ആൾക്കാരെ തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് റോൾസിന് നല്ല രീതിയിലുള്ള ഓപ്പണിങ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോജക്റ്റ് മാനേജർ, HR അങ്ങനത്തെ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ഓപ്പണിങ്സ് ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിൻ്റെ സത്യാവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ ജർമ്മനിയിലത്തെ ജോലിയുടെ അവസ്ഥയും പിന്നെ എക്കണോമിക് ക്രൈസിസും കാര്യങ്ങളും, പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറേ അധികം ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട് എന്തുകൊണ്ട് ഈ പറഞ്ഞ. ഇതൊക്കെയാണ് നമ്മുടെ ജർമ്മനിയിലത്തെ ഇപ്പോഴത്തെ എക്കണോമിക് അവസ്ഥ, പിന്നെ നമ്മുടെ ജോബിൻ്റെ സ്റ്റേറ്റസ്. പിന്നെ ജർമ്മനിയിലോട്ട് കയറി വരാനിരിക്കണവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിയാലിറ്റി എല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം കയറി വരാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്കിൽസും കാര്യങ്ങളും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ. ജർമ്മനിയിലോട്ട് വരാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധയ്ക്ക് പറയുകയാണ്, ജർമ്മൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിലും ജർമ്മനി ഇല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ. ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ ജർമ്മനിയത്തെ കറണ്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ കാണാം. ശരി എന്നാൽ.